പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഗുഡ്നസ് TV പ്രേക്ഷകർക്ക് ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദൈവം നമ്മെ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച ഒരു നിമിഷം, ഒരു പുതിയ ദിവസം നമുക്ക് നൽകിയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ രാത്രിയിൽ നമ്മെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ദൈവം അനുഗ്രഹിക്കുന്ന ഒരു നിമിഷങ്ങളാണ് പ്രഭാതം എന്നുള്ള ഈ ഒരു നിമിഷം. യേശു പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചു എന്നാണ് പറയുക. ദൈവത്തോട് ചേർന്ന് ഒരു പുതിയ ദിവസം ആരംഭിക്കാനായിട്ട് ഒരുങ്ങിയ നിമിഷങ്ങളാണ് ഈ പ്രഭാത വിരുന്നിലൂടെ നമ്മളൊക്കെ കടന്നു പോവുക. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതെല്ലാം ചെയ്യുന്ന ഒരു നിമിഷമാണ് ഈ പ്രഭാത വരുന്ന ശുശ്രൂഷ എന്നുള്ളത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്നതിലൂടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൊരു സമയമാണ് ദൈവത്തോട് കൂടിയായിരിക്കുന്നത്. വചനം പങ്കുവയ്ക്കുമ്പോഴൊക്കെ വചനത്തിൻ്റെ ശക്തി നമ്മളിൽ ആവസിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. പ്രഭാത വരുന്ന ശുശ്രൂഷയുടെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈ നിമിഷം മുഴുവൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമുക്ക് ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയിൽ ഒരു കൊച്ചു നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതിലൂടെ അവർക്ക് ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മാരക രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്ന കൊച്ചു മക്കളെ നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശു പറയുന്നുണ്ട്, മറ്റുള്ളവർ ചോദിച്ചപ്പോൾ അവരുടെയോ അവരുടെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമാണോ പലപ്പോഴും കുഞ്ഞുങ്ങൾ മാരക രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്നത്? ദൈവം പറയുന്നുണ്ട്, യേശു പറയുന്നുണ്ട്, അവരുടെയോ അവരുടെയോ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവമഹത്വം അവരിലൂടെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വലിയ കൃപ അവരോടൊപ്പം, അവരുടെ മാതാപിതാക്കന്മാരോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധാത്മാവ് നിറയുക മാത്രമല്ല, നയിക്കുകയും കൂടി ചെയ്യുവാനായിട്ട് നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവാണ് നമ്മെ നയിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ ഗ്രഹിക്കുവാനായിട്ടുള്ള അറിവിൻ്റെ മേഖലകളിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോവുക. ഇന്ന് വചനം പങ്കുവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്നിലും നിങ്ങളിലും നിറയേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആ വചനമാണ് നമ്മളെ ശക്തിപ്പെടുത്തേണ്ടത്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 9-ാം അധ്യായം 16-ാമത്തെ വചനം ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട്. എൻ്റെ ശക്തി നിങ്ങളിലുണ്ടാകേണ്ടതിനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടേണ്ടതിനുമായി ഞാൻ നിനക്ക് ജീവൻ അനുവദിച്ചിരിക്കുന്നു. നമുക്ക് ഒരു സുവിശേഷത്തിൽ നമ്മൾ കേട്ട ഒരു ഭാഗമുണ്ടല്ലോ. ജായിറോസ് സിനഗോഗ് അധികാരി യേശുവിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് കാൽക്കൽ വീണ് അപേക്ഷിക്കുന്നുണ്ട്. എൻ്റെ കൊച്ചുമകള് മാരക രോഗത്താൽ മരണവേദനയിലായിരിക്കുകയാണ്, മരിക്കാറായി കിടക്കുകയാണ്. അങ്ങ് വന്ന് ഒന്ന് കൈകൾ വെച്ച് രോഗം മാറ്റി ജീവിക്കാൻ അനുവദിക്കണേ, ജീവിക്കാൻ അനുവദിക്കണേ എന്നാണ് പറയുന്നത്. യേശുവിൻ്റെ നാമം പ്രഘോഷിക്കപ്പെടാനായിട്ടാണ് ദൈവം നമ്മെ അനുവദിച്ചിരിക്കുന്നത്. ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കപ്പെടാനായിട്ടാണ്. നമുക്ക് പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്? കുറേയൊക്കെ കഴിയുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കും. പ്രത്യേകിച്ച് ഒരു കാരണങ്ങളൊന്നുമില്ലാതെ ഒരു മന്ദതയിലായിരിക്കുന്ന വ്യക്തികളൊക്കെ ചിന്തിക്കുന്ന സമൂഹമാണ്. ഞാൻ എന്തിനാ വന്നേ? ഒരു ലക്ഷ്യബോധമില്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. നമുക്കൊന്ന് പഴയ കാലങ്ങളിലേക്കൊന്ന് പോകാം. ആദ്യം മാതാപിതാക്കന്മാരുടെ ഒരു കാലത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ആദത്തെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ദൈവം അവരോട് പറയാണ്, ആദത്തിനോടാണ് പറഞ്ഞത്, അതെ, ഇത്രയൊക്കെ നിനക്ക് ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്, നീ സുഖിച്ച് ജീവിക്കാനായിട്ടുള്ള പർദീസയാണ് നിനക്ക് ഞാൻ തന്നിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മാത്രമേ നീ ചെയ്യരുത്, ഒരു വൃക്ഷത്തിലെ പഴം നീ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷമാണ് ആദത്തിൻ്റെ കൂടെ ഹവ്വയും വന്നത്. അവർ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു ആത്മാർത്ഥമായിട്ട് വിശ്വസ്തയോടെ ജീവിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹം ഒന്നും ഉണ്ടായിരുന്നല്ലോ, അവൻ്റെ കൂടെ നടക്കണം, ഉലാത്തണം. ഞാൻ സൃഷ്ടിച്ച എന്നെപ്പോലെയുള്ള ഒരു വ്യക്തിയാണ് ഈ ആദവും ഹവ്വയും, അവരോടൊപ്പം എനിക്ക് സഞ്ചരിക്കണം. അത് മാത്രമേ അവൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ, ദൈവം ആഗ്രഹിച്ചിരുന്നുള്ളൂ. അപ്പോൾ അവൻ എന്നെ ഓർക്കണം, എനിക്ക് അവരെ ഓർക്കണം, അങ്ങനെ ഒരു കൂട്ടുബന്ധം അവിടെ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചു. പക്ഷേ ഈ പ്രലോഭനം അല്ലെങ്കിൽ പാപം എന്നുള്ളത് നുഴഞ്ഞു കയറുവാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പാമ്പ് വന്ന് ഹവ്വയോട് പറഞ്ഞു, ഇതൊക്കെ നിനക്ക് അനുവദിച്ചിരിക്കുന്നതല്ലേ, പിന്നെ എന്താ ഒരു പഴം മാത്രം അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ പഴം മാത്രം കഴിക്കരുതെന്ന് പറയാനായിട്ട് കാരണമായി തീർന്നത്? ഹവ്വ പറഞ്ഞു, ഈ പഴം മാത്രമല്ല, നോക്കുക പോലും ചെയ്യരുത്, തൊടുക പോലും ചെയ്യരുത്. അതുപോലെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, മരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിശാച് പിന്നെയും അവരെ ആ വിശ്വാസക്കുറവുണ്ടാക്കാനായിട്ടാണ് പരിശ്രമിച്ചുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ. ഇത് കഴിച്ചാലാണ് എന്ത് കിട്ടുക? അറിവ് ലഭിക്കുക എന്നാണ് പറയുന്നത്. അറിവ് ലഭിക്കുന്നതിലൂടെയാണ് നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരുക എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ദൈവം പറഞ്ഞത് ഹവ്വ ആ വിശ്വാസം അവിടെ നശിച്ചു. ദൈവത്തിലുള്ള വിശ്വാസം അവളിലുണ്ടായിരുന്ന ദൈവത്തിലുള്ള വിശ്വാസം അവിടെ നശിച്ചു. കാരണം ദൈവത്തെപ്പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പഴം കഴിച്ചാൽ മാത്രമേ ദൈവത്തെപ്പോലെ ആയിത്തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ദൈവത്തിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ ആദത്തോടും പറഞ്ഞു, ഇതാണ് ഇതിൻ്റെ അവസ്ഥ,
ആദ്യത്തെയും പ്രലോഭിപ്പിച്ചു. അപ്പോഴാണ് ഈ പാപം എന്നുള്ളത് കടന്നു വരുന്നത്. നമ്മളൊക്കെ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് അനുസരണക്കേട് കാണിച്ചു എന്നുള്ളതാണ്. അനുസരണക്കേട് ഉണ്ട്, അതിലൊരു പാപം അനുസരണക്കേടാണ്. അതിനേക്കാൾ അപ്പുറത്ത് വേറൊരു അവസ്ഥയാണ് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ട്രസ്റ്റ് നഷ്ടപ്പെട്ടു. ആദ്യ മാതാപിതാക്കന്മാർക്ക് ട്രസ്റ്റ്, ദൈവം സൃഷ്ടിച്ച ആ സൃഷ്ടികൾക്ക് സൃഷ്ടാവിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, ട്രസ്റ്റ് നഷ്ടപ്പെട്ടു. അതായിരുന്നു ഏറ്റവും വലിയ ദൈവത്തിനുണ്ടായിരുന്ന വേദന. ദൈവം ഒന്നും അവരെ ഒന്ന് പുറത്താക്കിയിട്ടൊന്നുമില്ല. മറിച്ച് നമുക്കൊക്കെ അറിയാലോ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വണ്ടി ഓടിപ്പിക്കും, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിപ്പിച്ചാൽ പോലീസ് പിടിക്കും. പോലീസ് പിടിച്ചാൽ എന്താ ചെയ്യുക? അവർ നിയമം നോക്കും. ലൈസൻസ് ഇല്ലല്ലേ, വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലല്ലേ, ഇതെല്ലാം കൂട്ടിയിട്ട് അതിലൊരു തുക എഴുതി വെച്ചിട്ടുണ്ടാവും. പണ്ട് മധ്യപ്രദേശിലായിരുന്ന സമയത്ത് ഞാനും ഇതുപോലെ തന്നെ ഒരു സ്വാമി വേഷത്തിൽ, കാഷായ വസ്ത്രത്തിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുമായിരുന്നു. ഒരു ബൈക്കിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഹൈവേ കൂടെ എൻ്റെ കൂടെ ബൈക്കിൻ്റെ പുറകിൽ 2 വ്യക്തിയും വെച്ച് ഞാൻ മുന്നേറുകയായിരുന്നു. പെട്ടെന്ന് പോലീസ് എന്നെ തടഞ്ഞു നിർത്തി. കുറേ പേരെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഈ വേഷഭൂഷാദികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, പോലീസുകാരന് തോന്നി, ഇദ്ദേഹം ചെറിയ ആളൊന്നല്ല, വലിയ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് മഹാരാജ് അങ്ങ് ഒരു തിന്മ ചെയ്തു, 3 പേരെ വെച്ചിട്ടാണ് വണ്ടി ഓടിപ്പിക്കുന്നത്, ബൈക്ക് ഓടിപ്പിക്കുന്നത്, അതുകൊണ്ട് ഫൈനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഫൈനിലുള്ള പുസ്തകത്തിൽ നിങ്ങളുടെ നിയമപുസ്തകം തരാൻ പറഞ്ഞു. നിയമപുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ 25 രൂപയുള്ളൂ. അപ്പുറത്തൊക്കെ വാങ്ങുന്നത് 200 500 രൂപയാണ്. അത് അവരുടെ ഇഷ്ടത്തിനാണ് വാങ്ങുന്നത്. നിയമത്തിൽ എഴുതിയിരിക്കുന്ന പൈസ 25 രൂപയുള്ളൂ. ഞാൻ പറഞ്ഞു, ഈ നിയമത്തിൽ എഴുതിയിരിക്കുന്ന പൈസ താങ്കൾക്ക് എടുക്കാം, എനിക്ക് അതിനുള്ള ഒരു റെസിപ്റ്റും വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് തന്നു. അത് കഴിഞ്ഞ് ഞാൻ മുന്നോട്ട് പോയി. നമ്മൾ ഓരോ നിയമത്തിനും, ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമാണ്, ഓരോ നിയമത്തിനും അതിൻ്റേതായ പണിഷ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചപ്പോൾ, ദൈവത്തിൻ്റെ വിശ്വാസം അവർ നഷ്ടപ്പെടുത്തിയപ്പോൾ അതിൻ്റെ കൂടെ ഒരു പണിഷ്മെൻ്റ് അവർക്കുണ്ടായി. അതാണ് പർദീസ എന്നുള്ളത് നഷ്ടപ്പെടാനായിട്ടുണ്ടായത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, എൻ്റെ കൂടെയുള്ളവർ അല്ലെങ്കിൽ എന്നോടൊപ്പം വസിക്കുന്നവർക്ക് ആ പർദീസ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നുള്ളത്. യേശുവിനോടൊപ്പം വസിക്കുന്നവർക്കാണ് പർദീസയുള്ളൂ. ദൈവത്തോടൊപ്പം വസിക്കുന്നവർക്കാണ് പർദീസയുള്ളൂ. ദൈവത്തിൻ്റെ കൽപ്പന കേൾക്കാത്തവർക്കും അവനിൽ വിശ്വാസമില്ലാത്തവർക്കും ആ ദൈവത്തിൻ്റെ പർദീസ നഷ്ടപ്പെടുന്ന അവരുടെ അവസ്ഥയാണുള്ളത്. ആ ഒരു ഓട്ടോമാറ്റിക്കലുള്ള ഒരു പണിഷ്മെൻറ്റാണ്. അവർ പുറത്തു പോയി എന്നുള്ളതാണ്. പർദീസ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഈ പർദീസ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്, ജീവനില്ലാത്ത അവസ്ഥയാണ് വരുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തെ പ്രഘോഷിക്കുവാനായിട്ട് തയ്യാറാകണം. അവിടെയാണ് ജീവൻ നമുക്ക് നൽകുന്നതേ ഉള്ളൂ എന്നുള്ളത്. ജീവൻ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ പ്രഘോഷിക്കുവാനായിട്ട്, അവിടുത്തെ നാമം പ്രഘോഷിക്കപ്പെടുവാനായിട്ടാണ് അവിടെ നമുക്ക് ഈ ജീവൻ നൽകിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ജായിറോസിനോട് പറഞ്ഞത് എന്തായിരുന്നു? അവിടെ സിനഗോഗ അധികാരിയുടെ വീട്ടിൽ നിന്ന് ഒരു വ്യക്തി ഓടി വന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഗുരുവിനെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം താങ്കളുടെ കൊച്ചുമകൾ മരിച്ചുപോയി. ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം എന്താണുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. യേശു ആ വ്യക്തിയോട്, സിനഗോഗ അധികാരിയോട് പറയുന്നുണ്ട്, ജായിറോസ് എന്ന വ്യക്തിയോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഭയം ഉണ്ടാകുന്നതും അതുപോലെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് ഇടയാകുന്നതൊക്കെ. ഇനി ദൈവത്തിനെ ബുദ്ധിമുട്ടിക്കണം, വിശ്വാസം ഇല്ലാതാവുമ്പോൾ ദൈവത്തിനെ ബുദ്ധിമുട്ടിക്കേണ്ട, ദൈവത്തിനൊരു കൂടെ വേണ്ട, പർദീസയും വേണ്ട. ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിലല്ലേ പർദീസ നമുക്ക് ആവശ്യമുള്ളൂ, കൂടെ സ്വർഗം ആവശ്യമുള്ളൂ. അപ്പോൾ അവിടെ യേശു പറയുകയാണ്, ആ വ്യക്തിയോട് പറയാണ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവിടെ ചെന്നിട്ട് അവിടെ ആ കൊച്ചുമകളെ ബാലികയുടെ കൈകൾ പിടിച്ച് ഉയർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, തലിത്താക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ അവൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴവൾക്ക് ജീവനുണ്ടാകുന്നു. അവൾ ഓടി നടന്ന് ആ ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കുവാനായിട്ട് തയ്യാറാകുന്നുണ്ട്. യേശു അവിടെ പിന്നെയും പറയുന്നുണ്ട്, ആ വ്യക്തികളോട് എല്ലാവരോടും പറയുന്നുണ്ട്, ഇത് ആരും അറിയാതിരിക്കുവാനായിട്ട് കർശനമായിട്ട് ആജ്ഞ നൽകിയ എന്നാണ് പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ദൈവത്തെ പ്രഘോഷിക്കുവാനായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മക്കളാണെങ്കിൽ ദൈവത്തോടൊപ്പമായിരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്.
ആ സ്വർഗ്ഗതുല്യമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ടാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തോട് കൂടെ സഞ്ചരിക്കുവാനായിട്ട്, കൂടെ വസിക്കുവാനായിട്ട്, അവനിൽ അവൻ നമ്മളിലും വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് ദൈവം പറുദീസായിലെ ആദ്യ മാതാപിതാക്കന്മാരോടൊപ്പം സഞ്ചരിച്ചു. കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ അവൻ തമ്പുവിൽ വസിച്ചുകൊണ്ട് അവരോടൊപ്പം സഞ്ചരിച്ചു. പക്ഷെ ഇന്ന് എവിടെയാണ്? ഒപ്പമല്ല. മറിച്ച് എന്താണ് ദൈവം നമ്മളോട് ചെയ്തു തന്നിരിക്കുന്നത്? യേശു ഇന്ന് ഒപ്പമില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷേ ഒപ്പമല്ല, നമ്മിൽ വസിച്ചുകൊണ്ടാണ് യേശു ഇന്ന് നമ്മളോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നിലാണ് വസിക്കുന്നത് എന്ന്. കാരണം എന്താ? യേശു വിശുദ്ധ കുർബാനയായി, ആ അപ്പമായി തീർന്ന്, നമ്മുടെ മാംസത്തിൻ്റെ മാംസവും രക്തത്തിൻ്റെ രക്തവുമായി ചേർന്ന് നിന്നുകൊണ്ട്, നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മളോട് പറയുക, ഞാൻ നിന്നിലാണുള്ളത്, ഞാൻ നിൻ്റെ കൂടെയല്ല, നിന്നിൽ വസിച്ചുകൊണ്ടാണ് നിനക്ക് ഞാൻ ശക്തി തരുന്നത്. അതാണ് നിനക്ക് ആവശ്യമായിട്ടുള്ളത്. പണ്ട് കൂടെ ആയിരുന്നു എന്ന് നിന്നോട് പറയുമായിരുന്നു. ഞാൻ കൂടെ വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂടെ നടന്നുകൊണ്ടാണ്, ഉലാത്തിക്കൊണ്ടാണ് നിൻ്റെ കൂടെ ആയിരുന്നത്. ഇന്ന് നിൻ്റെ കൂടെ ഞാൻ നടക്കുന്നില്ല, നിന്നിലാണ് വസിച്ചുകൊണ്ട്, നിൻ്റെ ഓരോ സെല്ലിലും നിന്നിൽ വസിച്ചുകൊണ്ടാണ്, നിന്നോട് കൂടെ ആയിരുന്നുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. നീ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നിലും ഉണ്ടാകുന്നില്ല. നീ എൻ്റെ പറുദീസ, ഞാനാകുന്ന ഒരു ജീവിതം, ഞാനാകുന്ന ദേവാലയം നീ വിട്ടുപോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് എന്താ? ആ പറുദീസ ജീവിതം. യേശു എന്നിൽ വസിക്കുമ്പോൾ ഞാനാണ് പറുദീസ, ഞാനാണ് സ്വർഗം, ഞാനാണ് യേശു ക്രിസ്തു, ഞാനാണ് ദൈവം. അഹങ്കരിക്കാൻ വേണ്ടിയിട്ടല്ല. ആദിമാതാപിതാക്കന്മാർ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ പോലെ ആകാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതാവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താ? ആ ദൈവം നമ്മിൽ വസിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവമായിട്ടുള്ള ആ ഗുണങ്ങൾ, യേശുവിൻ്റെ ഗുണങ്ങൾ, യേശു നമുക്ക് കാണിച്ചു തന്ന, ഈ ജീവിതത്തിൽ കാണിച്ചു തന്ന, ജീവിച്ച് കാണിച്ചു തന്ന ഗുണങ്ങൾ, സ്നേഹം, ക്ഷമ, പരോപകാര പ്രവൃത്തികൾ, ഇതെല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. അതാണ് പുതിയ ക്രിസ്തുവായിട്ട് നമ്മൾ മാറേണ്ടത് എന്നുള്ളതാണ്. ഒരു പുതിയ ക്രിസ്തുവായി മാറാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനായിട്ടാണ് ദൈവം നമ്മളോട് പറയുന്നത്, കൂടെ വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പ്രവാചകരാകേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു പുരോഹിതനാകേണ്ട ആവശ്യമൊന്നുമില്ല, മറിച്ച് ദൈവം നമ്മിൽ വസിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ പോലെ. നമ്മുടെ ആഗ്രഹം അതായിരുന്നല്ലോ, ആദിമാതാപിതാക്കളുടെ ആഗ്രഹം അതായിരുന്നു, പിശാച് പ്രലോഭിച്ചത് അതായിരുന്നു, നിനക്ക് ദൈവത്തെ പോലെ ആകണ്ടേ, എന്നാൽ കഴിച്ചോ, എന്താ രുചിച്ചോ. ആ രുചിച്ചത് വഴിയായിട്ടാണ് അവർ പാപം ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ചിന്തയുണ്ടായിരുന്നു, മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണ് ആ ദൈവത്തെ പോലെ ആകണമെന്നുള്ളതും അവന് രുചിച്ചറിയണമെന്നുള്ളതൊക്കെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് വിശുദ്ധ കുർബാനയായി, രുചിക്കുവാനായി, അതുപോലെ ദൈവമായി തീരുവാനായിട്ട് അവൻ തയ്യാറായത്. ദൈവം നമ്മളിലേക്ക് വന്ന് വസിക്കുന്നു. നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കും, ഇന്നേ ദിവസം ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളിൽ വസിക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ, ആ വിശ്വാസം നമുക്കുണ്ടാകട്ടെ. ആ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ ഇന്ന് ചരിക്കണം. നമ്മളിന്ന് ദൈവത്തിലായിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ദൈവം നമ്മളിലായിരുന്നുകൊണ്ട് നമ്മൾ ഇന്ന് സഞ്ചരിക്കണം. മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട്, യേശുവിനെ പോലെ തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. സകല വിശുദ്ധരുടെയും സകല മാലാഖന്മാരുടെയും മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ നിയോഗങ്ങളിന്മേലും, ഞങ്ങളുടെ കുടുംബങ്ങളിലും, ഞങ്ങളുടെ വ്യക്തി എല്ലാ പ്രാർത്ഥനകളിന്മേലും നിൻ്റെ വലിയ സാന്നിധ്യവും നിൻ്റെ വലിയ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, ഈ നിമിഷം ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഗുരുബോധരെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്നവർ, മാനസിക വേദനകളാൽ അനുഭവിക്കുന്നവർ, ഇവരെല്ലാവരെയും ഞങ്ങൾ കൊണ്ടുവരികയാണ്. യേശുവേ, ഞങ്ങളോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളെയും, എല്ലാ കുടുംബങ്ങളെയും ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശു, അവരെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുമുറിവുള്ള കരം നീട്ടി, സൗഖ്യദായകമായ കരം നീട്ടി ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ.
രോഗസൗഖ്യം നൽകണമേ, ജീവിക്കുവാനായിട്ട് അനുവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവെ, പ്രത്യേകമായിട്ട് കൊച്ചുമക്കളെ മാരക രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്ന ഓരോ കൊച്ചുമക്കളെയും പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും, ആശുപത്രിയിലും അതുപോലെ തന്നെ കുടുംബങ്ങളിലും വേദന അനുഭവിക്കുന്ന ഓരോ വ്യക്തികളുമുണ്ട്. കിഡ്നി പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻസ്, അങ്ങനെയുള്ള ഒത്തിരിയേറെ വ്യക്തികൾ യേശുവെ, അവരെല്ലാവരെയും യേശുവെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അനുഗ്രഹിക്കണമേ, അവരെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ആശ്വാസം നൽകുവാനായിട്ടെങ്കിലും അങ്ങ് കൂടെ ആയിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ മക്കളില്ലാതെ വേദന അനുഭവിക്കുന്ന ദമ്പതിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ നൽകി അനുഗ്രഹിക്കുവാനായിട്ട് ഇടയാക്കണമേ. അതുപോലെ തന്നെ വിവാഹം എന്ന കുദാശയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ഇരിക്കുന്ന എല്ലാ യുവതി യുവാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ അലയുന്ന വ്യക്തികളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവരെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ കൊച്ചുമക്കളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. വിദ്യാഭ്യാസം എന്ന ആ ഒരു വലിയ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിക്കുകയാണ്. ദൈവമേ, ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. വിജ്ഞാനവും വിവേകവും യേശു വളർന്നു വന്നതുപോലെ പ്രായത്തിലും ജ്ഞാനത്തിലും വളർന്നു വരുവാൻ അവരോരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവെ, ലോകം മുഴുവനെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യുദ്ധത്തിൻ്റെ ഭീഷണിയിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും, അതിൻ്റെ കെടുതിയിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവെ, ശാന്തതയും സമാധാനവും ഈ ലോകത്തിൽ നടമാടുവാനായിട്ട് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. രാജ്യനേതാക്കന്മാരെ, ഭരണകൂടങ്ങളെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ വ്യക്തികളെയും തൊട്ട് അവർ ദൈവത്തിൻ്റെ ആ അനുഭവത്തിലേക്ക്, ദൈവിക അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം സ്വീകരിച്ച് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ത്രിത്വൈക ദൈവത്തിൻ്റെ അനുഗ്രഹവും നമുക്ക് പ്രാപിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറുംഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നറുംഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്?
ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു. അടയാളങ്ങളാൽ കൺ തുറന്നു. ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു. അടയാളങ്ങളാൽ കൺ തുറന്നു. അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം. അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം. അവിടുത്തെ നിശബ്ദമാം സ്നേഹമല്ലോ. എളിമതൻ അതിസൗമ്യഭാവമല്ലോ. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? കാനായിലെ വെള്ളം വീഞ്ഞായി. കടലിനു മീതെയും നീ നടന്നോ. കാനായിലെ വെള്ളം വീഞ്ഞായി. കടലിനു മീതെയും നീ നടന്നോ. പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി. പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി. അവിടുന്നിൽ ദൈവസ്വരം കേട്ടറിഞ്ഞു. എളിമയോടവയെല്ലാം അനുസരിച്ചു. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന. നാറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ. നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ. നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? 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 സഭയോട് ചേർന്ന്, പരിശുദ്ധ പാപ്പായോട് ചേർന്ന്, സകല കർദിനാൾമാരോടും സകല മെത്രാപോലിത്തന്മാരോടും മെത്രാന്മാരോടും ചേർന്ന്, സകല വൈദികരോടും സകല സമർപ്പിതരോടും ചേർന്ന്, സകല ആത്മായരോടും ചേർന്ന് ഏകം മനസ്സോടെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ആ ത്രിത്വൈക ഈശ്വരൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും സകല മാലാഖമാരുടെയും ആദിശക്തിയും നിങ്ങളിലും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും ഉണ്ടായിരിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും ഈ നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വചനകൂടാരങ്ങളിൽ, മരിയ കൂടാരങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരെയും ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച്
ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ, ഈ ഡിവൈനിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കൊരു ജപമാലയെങ്കിലും ചൊല്ലി ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നല്ല ദിവസം നമുക്ക് ഇന്നേ ദിവസം ഉണ്ടാകട്ടെ. ദൈവത്തോട് ചേർന്ന് ദൈവത്തെ പ്രഘോഷിക്കുവാനായിട്ട്, യേശുവിനെ പ്രഘോഷിച്ചുകൊണ്ടുള്ള ഒരു നല്ല ദിവസം നമുക്ക് ആശംസിക്കാം. ജീവനുള്ള ഒരു ദിവസം നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു.